ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് 2-3 ദിവസം കൊണ്ട് പറയുന്നുണ്ട്. അനിയനും പറയുന്നുണ്ട്, മോനും പറയുന്നുണ്ട് അവർക്ക് ചില്ലി ചിക്കൻ വേണം. മോൻ ചിക്കൻ എന്ന് പറയുന്നത്, അനിയൻ പറയുന്നുണ്ട്. 2 ദിവസം അല്ല, കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി ഒരെണ്ണം മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോ ചിക്കൻ മേടിക്കേണ്ട കാശ് ഒരു ചില്ലി ചിക്കൻ കൊടുക്കണം. എല്ലാം കഴിക്കാനുണ്ടോ അതുമില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് എന്തായാലും അവർക്ക് അങ്ങ് ഉണ്ടാക്കിക്കൊടുക്കാം. മനുഷ്യനല്ലേ, മനുഷ്യന് ഓരോ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇന്ന് അത് സാധിച്ച് തന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതായിട്ട് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു 2.25 കിലോയുടെ ഒരു കോഴിയാണ് മേടിച്ചത്. അതിൻ്റെ എല്ലാം കളഞ്ഞൊക്കെ വരുമ്പോൾ നമുക്കൊരു 1.5 കിലോ ഒക്കെ മാംസം കിട്ടുമല്ലോ. എന്നിട്ട് ഞാൻ ഇത് ബോൺലെസ് ചിക്കനായിട്ടല്ല എടുക്കുന്നത്, മൊത്തത്തിൽ അങ്ങ് എടുക്കുക. എല്ലോടും കൂടിയത് മൊത്തം അങ്ങ് എടുക്കുകയാണേ. അല്ലാതെ നമ്മൾ ഈ മാംസം തന്നെയാകുമ്പോൾ അത് കാണത്തില്ല, തികയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ അങ്ങ് എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല, അത് നിങ്ങളുടെ സൗകര്യം പോലെ എല്ലില്ലാത്ത കഷ്ണം മാത്രം എടുത്ത് ചെയ്യാം. പക്ഷെ ഇവിടെ എല്ലാവർക്കും കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു ശരിക്കും വെള്ളം പോകണം. വെള്ളം പോയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണ്. എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ഞാനൊരു 4.5 സ്പൂൺ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ്റെ അളവ് കൂടുതലാണ്, അപ്പം ഞാനൊരു 4.5 സ്പൂൺ ഇടുന്നുണ്ട്. 4.5 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ 1 സ്പൂൺ സോയാ സോസ്, ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണേ ഒഴിച്ചാൽ മതി, നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് മൈദ ഇരിപ്പുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂൺ മൈദയും കൂടി ഇടാം. എനിക്ക് മൈദ ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. നല്ലവണ്ണം ഇളക്കുക, നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണേ. ഈ നമ്മൾ ഇട്ട പൊടികളെല്ലാം ഇതിനകത്ത് ഒന്ന് മിക്സ് ആകണം കേട്ടോ. ഇത്രയും മതി. ഇത് നമുക്കൊരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഈ ചൈനീസ് കുക്കിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫാസ്റ്റായിട്ടും ഹൈ ഫ്ലെയിമിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഞാനിവിടെ ഉണ്ടല്ലോ, ഇതേണ്ട എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ തൽക്കാലം തയ്യാറാക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. ഇപ്പം ഇവിടെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു പച്ച ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇത് കണ്ടോ ഇങ്ങനെ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ പച്ച പഴുത്ത് പോയതാണ്, അപ്പോൾ ഒരു കളർ വാങ്ങുമല്ലോ. അപ്പോൾ അതും പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. 2 സവാള സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെങ്കിലും നമ്മളിത് ഓരോ അല്ലിയായിട്ട് നമ്മൾ എടുക്കണം. ഇത് ഓരോരോ അല്ലിയായിട്ട് നമ്മൾ അടർത്തി എടുക്കണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 പച്ചമുളക്, ഒരു 25 വെളുത്തുള്ളി ഇതുപോലെ ചതുരമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 25 വെളുത്തുള്ളി ഉണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും ചെറിയ സ്ക്വയർ ആയിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ കുറച്ച് മല്ലിയില. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പറഞ്ഞല്ലോ, ക്യാപ്സിക്കം, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉള്ളിത്തണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, അതിന് പകരമാണ് ഞാൻ മല്ലിയില എടുത്തേക്കുന്നത്. നമ്മളുള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി വെക്കുക. നമ്മളിതെടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കറിക്ക് ഒരു തിക്നെസ് കിട്ടുന്നതിനും. നമുക്കറിയാമല്ലോ, നമ്മൾ ചില്ലി ചിക്കനൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല വഴുവഴുപ്പ് പോലെ, അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലവർ സാധാ പച്ചവെള്ളത്തിലാണ് കലക്കി വെക്കുന്നത്. അത് കലക്കി വെച്ചേക്കുന്നത് സാധാ പച്ചവെള്ളത്തിലാണ്.
കണ്ടോ? ഇതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം ഗ്യാസ് കത്തിച്ച് നല്ല തീയിലും സ്പീഡിലും വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പം നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളിത് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാനൊരു പാത്രം അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അത് വറുത്ത് കോരുന്നതിന് വേണ്ടി. ഇനി എണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഇവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൈയൊന്നും പൊള്ളാതെ വാരി ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ചിക്കൻ മേടിച്ചത് മൊത്തത്തിൽ എല്ലാം ചെയ്യുന്നുണ്ട്, അല്ലാതെ ഞാൻ മാംസം മാത്രം ഇട്ടല്ല ചെയ്യാറുള്ളത്. ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കണം. ഒന്നും നമുക്ക് പോയി എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് ഞാൻ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ പച്ചമുളക്, ഇഞ്ചി ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതൊന്നും നമ്മൾ വെന്ത് പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അല്ലിയാക്കി മാറ്റിയിട്ടുണ്ട്, കണ്ടല്ലോ. അത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്നും നല്ലതുപോലെ വേവുന്നില്ല, പുറമൊന്ന് വാടുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം പച്ച കളറിലെയും ചുമന്ന കളറിലെയും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ടൊമാറ്റോ സോസ് ഒരു 1.5 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. സോയാ സോസ് 1 സ്പൂണ്, ചില്ലി സോസ് 1 സ്പൂണ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം നീട്ടാം. ഞങ്ങൾക്ക് ഒത്തിരി ഗ്രേവി വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയട്ടെ. സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഈ സോസൊക്കെ മേടിക്കുന്ന പല കമ്പനികളുടെ ആകുമ്പോൾ അതിന് പുളി
പിന്നെ ഇതൊക്കെ കൂടുതലും കുറവുമൊക്കെ കാണും. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ലേശം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഒരു പൊടിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒരു പൊടി എന്ന് പറയുമ്പോൾ ഒരു കണ്ടില്ലേ, ഇത്രയും പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നല്ലതുപോലെ തിളച്ച് കണ്ടോ ഈ ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്നുകൂടെ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇളക്കുകയും കൂടെ ചെയ്തോണം. കണ്ട ഞാൻ പറഞ്ഞല്ലോ ഒനിയൻ്റെ ഇല ഇല്ലാത്തതിനാൽ ഞാനിവിടെ മല്ലിയിലയാണ് ഇടുന്നത്. ഇനി നമുക്ക് സ്റ്റൗ എടുത്താം. ഇപ്പം ഞാനും കഴിക്കാൻ പോവാണ്. ഞാനിതിൻ്റെ ഈ ക്യാപ്സിക്കും അതൊക്കെ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എപ്പോഴും പറയുന്നത് പോലെ പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടാനും മറന്നു പോകരുത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം ഇനി അറിയാത്തവരാണെങ്കിൽ പോലും ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യുകയും ആ പ്രയോജനത്തിലൂടെ എനിക്കും പ്രയോജനപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ കൂടുതൽ വാചകടിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം.